രാഹുലെ, തവനൂരിന്റെ സുൽത്താൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന KT ജലീലിന് ഇപ്പോൾ പുതിയൊരു വെളിപാട് വന്നിരിക്കുകയാണ്. അതായത് മുണ്ടക്കൈ ചൂരൽമലയിലെ ദുരന്തം നമുക്കറിയാം. അവർക്ക് നൽകിക്കൊണ്ടിരുന്ന പുനരധിവാസവും നമുക്കറിയാം. മുസ്ലിം ലീഗ് അവിടെ നിർമ്മിച്ചു കൊടുക്കാൻ 53 വീട് ബാലൻസ് ഉണ്ട്. അത് എപ്പോൾ പണിഞ്ഞു കൊടുക്കും എന്നാണ് ജലീൽ ചോദിക്കുന്നത്. ജലീലിന് മറുപടി ഉടൻ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇപ്പോൾ ജലീൽ എന്താണ് പറയുന്നത്, ഇതിനു മുമ്പിട്ട് വെച്ചു കൊടുത്ത വീടുകളൊക്കെ എന്നെ ഭയന്നുകൊണ്ടാണ് വെച്ചു കൊടുത്തത് എന്നൊക്കെയാണ് KT ജലീൽ പറയുന്നത്. KT ജലീൽ ആരാണ്? കേരളത്തിന്റെ അറിയപ്പെടുന്ന സുൽത്താനാണ്. അപ്പൊ സുൽത്താൻ പറഞ്ഞു കഴിഞ്ഞാല് ജനതയ്ക്ക് അനുസരിച്ചല്ല പറ്റത്തുള്ളൂ. അപ്പൊ സുൽത്താൻ പറയുന്നു, മുസ്ലിം ലീഗ് അതേപടി അനുസരിക്കുന്നു. അതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുൽത്താൻ ഇപ്പൊ എവിടെയാണ്? CPM പാളയത്തിലുണ്ട്. സുൽത്താനും സുൽത്താന്റെ ഭാര്യയും കൂടെ പിന്നെ അവസാനം നിൽക്കകളിയില്ലാതെ CPM ലയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അല്ല, ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ സുൽത്താൻ പറഞ്ഞ ഒരു പ്രസ്താവന കൂടി ഞാൻ പറയാം. അതായത് തവനൂരിൽ എനിക്ക് ലഭിക്കുന്ന വോട്ട് കൊണ്ടുപോകാൻ ഒരു ലോറി തന്നെ വേണ്ടി വരും, അതുകൊണ്ടാണ് എൻ്റെ ചിഹ്നമായ ലോറി തന്നെ വേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു ഓട്ടോയിൽ പോയിട്ട് ഒരു കവറിൽ പോലും കൊണ്ടുപോകാനുള്ള വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സർക്കാരിൻ്റെ, അതായത് സർക്കാരിൻ്റെ അല്ല, പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ ആക്രമിക്കുക തന്നെയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സർക്കാർ അധികാരമേറ്റിട്ട് ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഈ ഒരു മാസത്തിനുള്ളിൽ ഏറ്റവും കൂടുതലും ആരോപണങ്ങൾ ഉന്നയിച്ചത് ആർക്കെതിരെയാണ്? മുസ്ലിം ലീഗിനെതിരെയാണ്. അപ്പോൾ CPMന്റെ പ്രഥമ ലക്ഷ്യം കോൺഗ്രസ് അല്ല, അത് മുസ്ലിം ലീഗ് തന്നെയാണ്. അപ്പോൾ ലീഗിനെ ആക്രമിച്ച് ലീഗിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഒരു മത പാർട്ടിയാണ്. മതേതര വോട്ടുകളൊന്നുമല്ല മുസ്ലിം ലീഗിന് കിട്ടിയിട്ടുള്ളത്. മതത്താൽ പൊള്ളുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് പറഞ്ഞാൽ ആ ഒരു മുസ്ലിം ലീഗ് പാർട്ടിയെ വർഗീയ പാർട്ടിയാക്കി ചിത്രീകരിക്കാനുള്ള എല്ലാവിധ നീക്കങ്ങളും CPM ചെയ്യുന്നുണ്ട്. CPM ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിനേക്കാൾ CPM ഭയപ്പെടുന്നത് മുസ്ലിം ലീഗിനെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, കേരളത്തിലിപ്പോൾ മലബാർ മേഖലയിൽ CPMന് വലിയൊരു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കി മതി, ഇപ്പോൾ നമ്മൾ കോഴിക്കോട് അങ്ങോട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ അടിത്തറയുണ്ടായിരുന്നൊരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. CPM അവിടെയെങ്കിലും ഒന്നുമല്ലാതായി പോകുന്ന ആരുടെ മുമ്പിലാണ്? മുസ്ലിം ലീഗിന് മുമ്പിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനെ തകർത്തു കഴിഞ്ഞാൽ, അതൊരു വർഗീയ പാർട്ടിയാണ് എന്ന് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഉള്ള ബാക്കി വോട്ടുകളും കൂടെ പോകുമെന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് CPM ഇപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ തന്നെ ആക്രമിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ MLA മാർക്കെതിരെയാണ്, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർക്കെതിരെയാണ്. ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് പ്രചരിച്ചത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതേപോലെ തന്നെ അതിലും ആരെയാണ് ഇവർ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞത്? മുസ്ലിം ലീഗാണ്. പ്രതിയാക്കിയത് മുസ്ലിം ലീഗിനെതിരെയായിരുന്നു ആരോപണം. മുസ്ലിം ലീഗാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളെല്ലാം വോട്ട് കൊടുക്കണമെന്നുള്ള പ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞ് വലിയ വർഗീയ പ്രചരണം അഴിച്ചുവിട്ടത് CPM ആയിരുന്നേ. അപ്പൊ അതേപോലെ തന്നെ പേരാമ്പ്രയിൽ നോക്കൂ, ഫാത്തിമ തഹലിയ. അപ്പോൾ ഫാത്തിമയാണെങ്കിൽ പോലും എങ്ങനെയായിരുന്നു ആക്രമിച്ചത്? കൗമിലെ പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഇവർക്ക് വോട്ട് നൽകണം എന്ന രീതിയിൽ LDF പ്രചരണം നടക്കുന്ന വാഹനത്തിലാണ് ആ ഒരു അനൗൺസ്മെന്റ് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മുസ്ലിം ലീഗിനെ അടിച്ചു കഴിഞ്ഞാൽ വലിയൊരു കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയാകും. നല്ലൊരു ആഘാതം ഉണ്ടാകും. കോൺഗ്രസ് ഇവരെ ചുമന്നുകൊണ്ട് നടക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ എത്തും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ മുസ്ലിം ലീഗിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ KT ജലീലിൻ്റെ ഉദ്ദേശം എന്താണ്? മുസ്ലിം ലീഗിനെ ആക്രമിക്കുക. ഇപ്പോൾ ഈ UDF 102 സീറ്റ് നേടിയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അത് മുസ്ലിം ലീഗിന് നല്ലൊരു ഭൂരിപക്ഷവുമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും 46 സീറ്റ് വാങ്ങിക്കുമ്പോൾ 27 സീറ്റ് മുസ്ലിം ലീഗിൻ്റെ ആയിരുന്നു. അപ്പോൾ മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തിയെങ്കിൽ മാത്രമേ തങ്ങൾക്കിനി ഒരു മുന്നേറ്റം നടത്താൻ കഴിയൂ എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്ന്, അതായത് ന്യൂനപക്ഷ വോട്ടുകൾ ഇനി കോൺഗ്രസിലേക്ക് പോകുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗ് ഉണ്ടായതുകൊണ്ടാണല്ലോ UDFിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി UDFിലേക്ക് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ പോകരുത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ന്യൂനപക്ഷ വോട്ടുകൾ പലപ്പോഴും നിന്നിരുന്നത് CPMൻ്റെ കൂടെയാണ്. ഇപ്പോൾ നമ്മൾ CPM മതമില്ലാത്ത ഒരു പാർട്ടിയാണ്, വിപ്ലവ പ്രസ്ഥാനമാണ് എന്ന് പറയുമ്പോഴും ന്യൂനപക്ഷ വോട്ടുകൾ പലപ്പോഴും പോരുന്നത് CPMൻ്റെ പക്ഷത്തോട്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു വോട്ട് ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്. CPMനുള്ളിൽ തന്നെ ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ ഒരു ഭാഗം വോട്ട് ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്. അത് CPM വല്ലാതെ ഭയക്കുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം CPM കൂടുതൽ ആക്രമിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? UDF ഒരു മുസ്ലിം പാർട്ടിയാണ്, മുസ്ലിങ്ങൾ മാത്രമുള്ളൊരു പാർട്ടിയാണ് എന്നുള്ള രീതിയിലായിരുന്നു UDF നേരത്തെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ തെരഞ്ഞെടുപ്പിൽ
ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമല്ല ഹൈന്ദവ വോട്ടുകളും മറ്റ് വോട്ടുകളും എല്ലാം UDF തന്നെ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു വോട്ട് ഷിഫ്റ്റ് നടന്നപ്പോൾ CPM കൃത്യമായിട്ട് മനസ്സിലായി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഇത് ഇങ്ങനെ ആക്രമിച്ചെങ്കിൽ മാത്രമേ CPM ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഒരു ചിന്തയിൽ നിന്നാണ് ഇപ്പോൾ KT ജലീലിനെ പോലുള്ള ആളുകളാണെങ്കിൽ പോലും മുസ്ലിം ലീഗിനെ ആദ്യമേ അടിച്ച് നിരപ്പാക്കണം, എന്നാൽ മാത്രമേ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ KT ജലീൽ പറയുന്നത് 50 വീടുകൾ ഇപ്പോൾ എവിടെ വെച്ച് കൊടുക്കും? ഇപ്പൊ ഞാൻ പറഞ്ഞ ഉടനെ നിങ്ങൾ വെച്ചു കൊടുക്കണം, അതായത് സമയവും സ്ഥലവും എല്ലാം എന്നോട് പറയണം. മുണ്ടക്കയിൽ 50 വീടുകളാണല്ലോ മുസ്ലിം ലീഗ് വെച്ച് നൽകിയത്. 103 വീടുകൾ വെച്ച് നൽകുമെന്നായിരുന്നു ലീഗിന്റെ ഒരു വാഗ്ദാനം. ഇപ്പോൾ ഇനി ബാലൻസ് 53 വീടുകളുണ്ട്. ഈ 53 വീടുകൾ വെച്ച് കൊടുക്കണമെങ്കിൽ താൻ തന്നെ രംഗത്തേക്ക് വരണം. അതായത് തന്നെ പേടിച്ച്, അല്ലെങ്കിൽ തന്റെ ആരോപണം പേടിച്ച് വേണം മുസ്ലിം ലീഗ് ഈ ഒരു 53 വീടുകൾ വെച്ച് നൽകാൻ. അതപ്പോ ഈ കുറിപ്പ് ഇടതുപക്ഷം പറഞ്ഞ വീടുകൾ എവിടെയാണ് എന്നൊരു ചോദ്യമുണ്ട്. അല്ല, വീടുകൾ അവിടെ തന്നെ ഉണ്ട്, പക്ഷെ അവിടെ താമസം ഉണ്ടോ എന്നുള്ളതാണ് ഉറപ്പാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കഴിഞ്ഞ സർക്കാരിനേക്കാൾ മുന്നേ സർക്കാർ വീടുകൾ കൊടുക്കുന്ന സമയത്ത് എന്തെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്? ഇപ്പോൾ ഞങ്ങളാണ് സർക്കാർ ഉണ്ടായതുകൊണ്ടാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും ആളുകൾക്ക് വീട് വെച്ചത്, മറ്റവർ നിങ്ങളെ പറ്റിച്ചതാണ്, നിങ്ങളെ പറ്റിച്ച് സർക്കാരിനോടൊപ്പം നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് വീടെങ്കിലും കിട്ടിയേനെ, ഇത് നിങ്ങൾക്ക് വീടും ഒന്നുമില്ലാത്തൊരവസ്ഥയിലല്ലേ പോകുന്നു എന്നുള്ളൊരു ആക്ഷേപം വന്നു. പക്ഷേ കോൺഗ്രസ് വലിയൊരു പ്രതിരോധത്തിലായപ്പോൾ, കോൺഗ്രസിനെതിരെ വലിയ പ്രതിരോധം എന്ന് പറയുന്നത് ശവം ദീനികൾ, എവിടെ പോയി കോൺഗ്രസ് വീട് എന്നുള്ള രീതിയിൽ ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അതെ, ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് മുസ്ലിം ലീഗിന് 50 വീടുകൾ കൃത്യമായിട്ട് വെച്ചു കൊടുക്കുന്നു. അവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ CPM ഒന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഏതൊരു അവസരം വന്നു കഴിഞ്ഞാലും മുസ്ലിം ലീഗ് സംരക്ഷിക്കാൻ വേണ്ടി UDF നിന്നിട്ടുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ മുസ്ലിം ലീഗിനെ തകർക്കുക, ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. പക്ഷേ ഇവരെല്ലാം പറയുന്നിടത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണോ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ഉള്ളത്? നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ KT ജലീൽ പറയുന്നതിനകത്ത് എന്ത് അടിത്തറയാണുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ കാലങ്ങളിൽ മുസ്ലിം ലീഗ് വീട് വെച്ച്, അല്ല ഞാൻ പറഞ്ഞുകൊണ്ടല്ല, എന്റെ ആരോപണങ്ങൾ ഭയന്നത്, അതായത് ഞാൻ രംഗത്ത് ഇറങ്ങുന്നത് ഭയന്നാണ് മുസ്ലിം ലീഗ് വീട് വെച്ച് നൽകിയെന്നാണ് KT ജലീൽ അവകാശപ്പെടുന്നത്. KT ജലീൽ എന്ന് പറയുന്ന ഒരാൾ മുസ്ലിം ലീഗിന് വലിയ പ്രസക്തിയുള്ള ഒരാളൊന്നും അല്ല. മുസ്ലിം ലീഗ് അയാളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. കാരണം ആ രീതിക്ക് മാത്രമേ മുസ്ലിം ലീഗ് കണ്ടിട്ടുള്ളൂ. അത്രയും പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു പാർട്ടി, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കക്ഷിയായിട്ട് മാറിയിട്ടുള്ളൊരു പാർട്ടി മുസ്ലിം ലീഗ്. ആ പാർട്ടി KT ജലീലിന്റെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്നു, ഓച്ചാനിച്ച് നിൽക്കുന്നത്. അത് KT ജലീൽ പറയുന്നിടത്ത് ആ പാർട്ടി നിൽക്കത്തുള്ളൂ. KT ജലീലിനെ ഭയന്നിട്ടാണല്ലോ പാർട്ടി അധികാരത്തിൽ. അല്ല, ഇതിന് നമ്മുടെ മലയാളത്തിലൊരു പ്രയോഗം ഉണ്ടായിരുന്നു, എന്തായിരുന്നു, ഒരു കൂപമണ്ടുക, അതായത് പൊട്ടക്കിണറ്റിലെ തവളയുടെ വീരവാദം എന്നൊക്കെ പറയില്ലേ. അതായത് ആ ഒരു കിണറിൽ അല്ലെങ്കിൽ ആ ഒരു സർക്കിളിൽ ഞാനാണ് ഇവിടെ ഏറ്റവും വലിയ നേതാവ്. അതാണ് ഇപ്പൊ KT ജലീലിന്റെ ആ ഒരു KT ജലീൽ യഥാർത്ഥത്തിൽ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടി മലബാർ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കുക, അതിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ട് താൻ വളർന്നു വരിക. ഇതായിരുന്നു KT ജലീലിന്റെ ഒരു ആഗ്രഹവും അതിനു വേണ്ടിയിട്ടായിരുന്നു KT ജലീൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്താണ് സംഭവിച്ചത്? തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 8 നിലയിൽ KT ജലീൽ പൊട്ടുന്ന സാഹചര്യം. ആ ലോറിയുടെ കാറ്റ് ഒരു വിട്ട് ജനങ്ങളോട് പറയാം. അങ്ങനെ KT ജലീലിന് അവസാനം അഭയമില്ലാതായി വന്നപ്പോ, എങ്ങോട്ട് പോകണമെന്നറിയാതെ നിക്കക്കളി ഇല്ലാതെ വന്നപ്പോൾ അവസാനം CPM ലയിക്കേണ്ട അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അത് ഒരുപാട് ഡ്രാമകളിലൂടെ, അതായത് ഞാനും എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ എൻ്റെ കുടുംബവും CPM ലയിക്കുന്നു, ഇനി ഇവിടെ മതമില്ല, വിപ്ലവങ്ങൾ മാത്രമാണ് ഈ ഒരു പാർട്ടിക്ക് ആധാരം, അതുകൊണ്ട് എന്നെ ഇത് പാർട്ടി ഒരുപാട് ഹഠാതെ ആകർഷിച്ചു എന്നുള്ള രീതിയിലാണ് പ്രസ്താവനകൾ വന്നത്. അതിനു മുമ്പിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത് സ്വന്തമായിട്ടൊരു പാർട്ടി, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ അത് മുളയിലെ നുള്ളിക്കളഞ്ഞ മുസ്ലിം ലീഗിനോട് അദ്ദേഹത്തിന് വല്ലാത്തൊരു അമർഷം ഉണ്ടാവും. അത് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാകാം. എന്താണെങ്കിലും നമുക്ക് നോക്കാം എന്താണ് ഇനി മുസ്ലിം ലീഗ് ചെയ്യാൻ പോകുന്നത് എന്ന്.